ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് പോകാം. എത്ര പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഈ വ്യക്തി പോയാലും നിങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ആണ് നമ്മൾ ഈ ഒരു കാർഡ്സ് എടുത്തിട്ടുള്ളത്. 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഒരു എനർജി എടുത്തിട്ടുണ്ട്. പിന്നെ 5 കാർഡ്സ് ഈ പേഴ്സന്റെ, പിന്നെ നിങ്ങളായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കാർഡ്സ്. അങ്ങനെയാണ് നമ്മളൊരു 3 സെക്ഷൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഈ ഒരു കാർഡ് നമുക്ക് അവസാനം എടുക്കാം. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് എന്നുള്ളത്. യെസ്, ദ നമ്പർ 6 ആൻഡ് ഓൾസോ ദ ടോപ്പിക് ഇസ് ദ മൗണ്ടെയിൻ. ഓക്കെ. അപ്പോൾ ആ മൗണ്ടെയിൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിലേക്ക് പോയാലും ഒരുപാട്, അത് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് എനർജി തന്നെ ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിലും അല്ലാതെയും ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബുദ്ധിമുട്ടില്ലാത്തവരാരാണല്ലേ? എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ കുട്ടി മോശം കാര്യങ്ങളും വരാറുണ്ട്. എല്ലാം കൂടി കലർന്നതാണല്ലോ ജീവിതം. അപ്പോൾ കുറച്ചായിട്ട് ഈ പേഴ്സൺ കുറച്ചധികം ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വേറെ രീതിയിലൊന്നുമല്ല. അതായത് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് തന്നെയാണ്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവരുടെ കുത്തിപ്പറയലാകാം, റിലേറ്റീവ്സ് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ തന്നെ ഇതിനോട് എതിര് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാമല്ലോ. അപ്പൊ അതും നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ ഒരുപക്ഷെ ഇത് അത്ര വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് എന്താ പറയാ, എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു കാര്യം മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇതിലേക്ക് വരുന്ന ആൾക്കാരെയും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയും ഈ പേഴ്സണ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പേഴ്സൺ കഴിവതും നിശബ്ദമായിട്ടിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ പോലും ആളൊന്ന് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളൊന്ന് നിശബ്ദമായിട്ടിരിക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടോ അല്ല. ഉറപ്പായിട്ടും നിങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ പേഴ്സൺ അങ്ങനെ ആക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്. ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ സാഹചര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ഇവിടെ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾ ഡിഫറൻസസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. യെസ്, നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഒരു ഇന്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്നുള്ളൊരു എനർജിയിലാണ് വന്നിട്ടുള്ളത്. ഹിഡൻ മോട്ടിവേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ എത്ര സാഹചര്യത്തിന്റെയും പുറകിലേക്ക്, അതായത് എത്ര പ്രശ്നങ്ങളുടെയും നടുവിലായി പോയാലും മുങ്ങിപ്പോയാലും ഈ വ്യക്തിക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം. അത് എന്താണെന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ ഈ പേഴ്സൺ അങ്ങനെ ഒരു എന്താ പറയാ, നന്നായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമോ വ്യക്തികളോ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താന്ന് വെച്ചാൽ ഇവിടെ ഹിഡൻ മോട്ടിവേഷൻസ് തന്നെയാണ്. ഈ പേഴ്സണെ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ ആൾക്കാരുണ്ടാകാം, നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കാനോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനൊക്കെ ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്.
അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാണ്. ഈ പേഴ്സന്റെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനും നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഒരിക്കലും ഈ പേഴ്സൺ ഒറ്റക്കല്ല. പലപ്പോഴും ഈ പേഴ്സൺ വിചാരിക്കും ഞാൻ ഒറ്റക്കാണ്, അല്ലെങ്കിൽ എനിക്കിനി വേറെ വഴിയില്ല, ഞാൻ ഒറ്റക്ക് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണം. ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ സഹായിക്കാനായിട്ട് ആൾക്കാർ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു പുതിയ സുഹൃത്ത് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ പുതിയൊരു ഫ്രണ്ട് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെലിബ്രേറ്റ് ആണ്. ടുഡേ സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് ദോസ് ഹു മാറ്റർ മോസ്റ്റ്. യെസ്, അപ്പൊ അതായത് ഈ പേഴ്സൺ എപ്പോഴും ഒരു സെലിബ്രേഷൻ മോഡിൽ ഒരു ജോളിയായിട്ട് നടക്കുന്ന ഒരു ടൈപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ മൂകമായിട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയല്ല ഈ പേഴ്സൺ. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സെലിബ്രേറ്റബിൾ ആയിട്ട്, വളരെ സെലിബ്രേഷൻ ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഏതൊരു സാഹചര്യത്തെയും സെലിബ്രേഷൻ കൊണ്ടാടുക, അല്ലെങ്കിൽ സന്തോഷിക്കുക, ആഘോഷിക്കുക, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല. കാരണം ഈ പേഴ്സന്റെ എനർജിയെ വളരെ പെട്ടെന്ന് തന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് ഇപ്പൊ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകും. ഇനിയിപ്പം ഓൾറെഡി കൂടെ ഇല്ലെങ്കിൽ പുതിയൊരാൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരും. ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പുതിയൊരാളെന്ന് ഉദ്ദേശിക്കുന്നത് സുഹൃത്തായിരിക്കാം, കൊളീഗായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ പേഴ്സന്റെ മൂഡ്, മനസ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് ഇപ്പൊ രാവിലെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ഉച്ചയോട് കൂടി ഹാപ്പി ആക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നു ചേരും. അപ്പൊ അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സഹായിക്കുന്ന കരങ്ങൾ, സഹായിക്കുന്ന ഒരു എനർജി, ഈ പേഴ്സണെ പെട്ടെന്ന് ഒന്ന് ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജി എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട്. അപ്പം അത് ഏത് വഴിയിലൂടെയും വരാം. ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, റിലേറ്റീവ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലോട്ടിയസ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ മറ്റുള്ളവരോട് ഒക്കെ, അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ പെട്ടെന്ന് പെടും ഈ വ്യക്തി. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. അതിപ്പോ പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കാണാനുള്ളതും ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ സ്വഭാവം കൊണ്ടായിരിക്കാം, സംസാരം. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കണം എന്നുള്ളൊരു മനസ്സും കൂടെ ഈ വ്യക്തിക്കുണ്ട്. അതായത് എത്ര ആൾക്കൂട്ടത്തിൽ പോയി നിന്നാലും എന്നെ ആൾക്കാർ പെട്ടെന്ന് ആകർഷിക്കണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഈ പേഴ്സൺ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പുറമേ കാണുമ്പം ഭയങ്കര സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും മനസ്സുകൊണ്ട് വളരെയധികം വേദനിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അതായത് ഇതിനു മുമ്പ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചീറ്റിംഗ് എനർജി ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നല്ല രീതിയിൽ തന്നെ നിന്നിട്ട് ഒരുപക്ഷെ അതിൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത് ചീറ്റിംഗ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനത്തെ ഒരു പേഴ്സണും കൂടിയാണ്. മേ ബി കലാലയ ജീവിതത്തിലൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും. നന്നായിട്ട് പാട്ട് പാടുക, നൃത്തം ചെയ്യുക, കവിത, എഴുത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ കഴിവുള്ള ഒരു പേഴ്സണും കൂടിയായിട്ട് കാണിക്കുന്നു. ഓക്കെ, അത് മാത്രമല്ല വളരെ പെട്ടെന്നാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അത് വർക്കായില്ല, അത് പരാജയപ്പെട്ടു പോയി. സോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ കടന്നുവരവ്. നിങ്ങൾ വളരെ പെട്ടെന്നാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും പ്രണയത്തിലേക്ക് പോകില്ല, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ വരവ് വരുന്നത്. അപ്പൊ അത് എന്നും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. ഓക്കെ, ഒരു അത്ഭുതമാണ്. അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ്.
ആൻഡ് ഓൾസോ പേജ് ഓഫ് സോർട്സ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് ആണ്. പക്ഷെ എന്നാൽ പോലും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ വ്യക്തിക്ക് എപ്പോഴും അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, മറ്റേത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ഞാൻ എടുക്കുന്ന റീഡിങ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ലവേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കല്യാണം കഴിഞ്ഞവര്, കഴിക്കാത്തവര്, എല്ലാവർക്കും, രണ്ട് ഫാമിലി ഉള്ളവര്, പിന്നെ ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഈ പേഴ്സൺ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ആസ്പദമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഈ പേഴ്സണ് വരുന്നുണ്ട് സപ്പോർട്ടീവായിട്ട്. അപ്പൊ എത്ര ചാലഞ്ചിങ് സിറ്റുവേഷൻസിലേക്ക് പോയാലും ഈ വ്യക്തിക്ക് കൃത്യമായി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്ന രീതിയിലുള്ള വഴികൾ ഈ പേഴ്സന്റെ മുന്നിൽ തുറക്കപ്പെടും. അത് എത്ര വഴികൾ അടഞ്ഞു പോയാലും ഈ പേഴ്സന്റെ മുന്നിൽ തുറക്കപ്പെടും. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മസ്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങളെ കുറിച്ചുള്ള, നിങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇംപെർഫെക്ഷൻസ് ആണ്. കാരണം ഈ പേഴ്സൺ അറിയാം. കാരണം ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും രണ്ട് വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരും രണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, രണ്ട് പ്രൊഫഷൻ ആയിരിക്കാം. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു സായാഹ്നമാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു ഇംപെർഫെക്ഷൻ ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ പെട്ടെന്ന് എടുത്തുചാട്ടക്കാരനായിരിക്കാം. പക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ച് സമാധാനപ്രിയരായിരിക്കാം, സാവകാശം പോകുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത വിശ്വാസങ്ങളിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ എന്തും ആയിക്കോട്ടെ, ഇവിടെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേരാണ്ട് നിൽക്കുന്ന ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ചേരായികകൾ ഒരുപാടുണ്ട്, ചേർച്ചക്കുറവുകളുണ്ട്. പക്ഷെ അതിനെല്ലാം ചേർത്തിയെടുക്കണം, അതെല്ലാം ചേർച്ചയാക്കി എടുക്കണം എന്ന് തന്നെയുള്ള ചിന്താഗതി തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോ എന്താണ്, ചേരാത്തത് ചേരണ്ട എന്നുള്ളൊരു മനോഭാവമല്ല, ചേരാത്തത് എങ്ങനെയെങ്കിലും സന്തോഷത്തോടു കൂടി അത് ചേർത്തെടുക്കണം, അത് പൊരുത്തത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അതായത് വളരെ സെൻസിറ്റീവ് ആണ്, തുറന്ന പുസ്തകമാണ്. നിങ്ങൾ എപ്പോഴും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എപ്പോഴും വളരെയധികം ഒരു എന്താ പറയാ, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. അതായത് പെട്ടെന്ന് വഴക്കിടും, കരയും, പിണങ്ങും, പക്ഷെ അപ്പൊ തന്നെ കൂടാനും വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഈ പേഴ്സൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് സീരിയസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. മറ്റാരും ഈ പേഴ്സണെ ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് ചിലപ്പോൾ കൊഞ്ചിച്ചിട്ടില്ലായിരിക്കാം, സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, സ്നേഹത്തോടെ വർത്താനം പോലും പറഞ്ഞിട്ടില്ലായിരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ ആണ്. ഓക്കെ, ഒരുപാട് പെട്ടെന്ന് കരയും, പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. പക്ഷെ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കും, വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണോ മനസ്സിലുള്ളത് അത് അങ്ങനെ തന്നെ പുറമെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാനോ മാറ്റി വെക്കാനോ അഭിനയിക്കാനോ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കും, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കുഞ്ഞിക്കുട്ടിയായിട്ടാണ് ഈ പേഴ്സൺ ഓർക്കുന്നത്. ഒരു ചെറിയൊരു പെൺകുട്ടി അല്ലെങ്കിൽ ചെറിയൊരു ആൺകുട്ടി, ആ ഒരു ലെവലിലാണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതൊക്കെ വളരെ നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ പേഴ്സൺ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ വിഷമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കിടന്ന് കരഞ്ഞു കളയും. അപ്പൊ അതൊക്കെ ഈ പേഴ്സൺ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലും കൂടിയാണ് ഈ പേഴ്സൺ. ആൻഡ് ഓൾസോ ദ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ വളരെയധികം മണി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ കാര്യം വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ഇൻഡിപെൻഡന്റ് ആകണം, സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ച വേണം, സ്വന്തമായിട്ട് ജോലിയും വരുമാനം വേണം, വീട്ടുകാരെ ആശ്രയിക്കാണ്ട് ജീവിക്കണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ.
ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ അത് തുറന്ന് ഈ പേഴ്സണോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ പേഴ്സണോടും നല്ലൊരു ജോലിയും വരുമാനം വേണം എന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ല രീതിയിലൊക്കെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ പഠിത്തത്തിന്റെ കാര്യവും എല്ലാം ജോലിക്കാര്യവും എല്ലാത്തിലേക്കും വളരെയധികം കോൺസെൻട്രേഷൻ കൊടുത്ത്, അതായത് ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ 100% കൊടുക്കും. നിങ്ങളുടെ കരിയർ ആൻഡ് ജോബ് ആ ഒരു ഇതാണെങ്കിലും നിങ്ങൾ 100% നിങ്ങളുടെ ഡെഡിക്കേഷൻ കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ വളരെ പാവങ്ങളുമാണ്, എന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. വളരെ സ്മാർട്ടാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എത്ര പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഈ പേഴ്സൺ പോയാലും നിങ്ങളുടെ കൈ ഒരിക്കലും വിടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കാരണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉള്ളത് ഏറ്റവും വലിയൊരു കോൺഫിഡന്റ് ആണ്. മനസ്സിലായി? ഏതൊരു സാഹചര്യത്തിലേക്ക് പോയാലും അവിടെ കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും, നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സന് 100%, 101% ഈ പേഴ്സന് ഉറപ്പാണ്. കോൺഫിഡന്റ് ആണ് ഈ പേഴ്സന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് ആണ്, ഏറ്റവും വലിയൊരു അഭിപ്രായമാണ്. ഓക്കെ, അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഈ പേഴ്സൺ അതൊക്കെ നിങ്ങളുടെ അടുത്ത് എന്താണ് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. യെസ്, ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എത്ര ദൂരേക്ക് പോയാലും നമ്മൾ വീണ്ടും അടുക്കുക തന്നെ ചെയ്യും, നമ്മൾ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇനി സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. യെസ്, സോൾ എക്സ്പാൻഷൻ ആണ്. യുവർ കോൺഷ്യസ്നെസ് ഈസ് എക്സ്പാൻഡിങ്, യു അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ഓൾ തിങ്സ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ടാകാം. ആവശ്യത്തിനും വന്നിട്ടുണ്ടാകാം, അനാവശ്യത്തിനും വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു, അവരായിട്ടുള്ള കർമ്മം എന്തിനായിരുന്നു, അല്ലെങ്കിൽ അവരായിട്ട് എനിക്ക് എന്തായിരുന്നു, എന്ത് കർമ്മമാണ്, എന്ത് ഡ്യൂട്ടിയാണ് ഉണ്ടായിരുന്നത്, ഇതെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം, നല്ല രീതിയിൽ തേപ്പും കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അന്നേരത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. ഈ പേഴ്സന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ, വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള തിരിച്ചറിവ്, സ്പിരിച്വൽ പരമായിട്ടുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു ആത്മീയപരമായിട്ട് ഉയർന്നതിന്റെ ഒരു ലക്ഷണവും കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുമല്ലോ, ഈ പേഴ്സൺ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്, എന്നെ വിഷമിപ്പിക്കാനോ, വിഷമിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പാഠമാണ് നിങ്ങളുടെ സോള് അതിൽ നിന്നും പഠിക്കേണ്ടത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓരോ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതായത് അമൃതാനന്ദമയി അല്ലെങ്കിൽ രവിശങ്കർ, അങ്ങനത്തെ കുറേ സ്പിരിച്വൽ ഗുരൂസ്, സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ശ്രീബുദ്ധൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൗൺസിലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് വേണ്ടാന്ന് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് ഫോളോ ചെയ്യുക. ഓക്കെ, 20-ാം തീയതി കിട്ടിയിട്ടുണ്ട് 777 ഏഞ്ചൽ നമ്പർ 1111 കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആണത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വളരെ പവർഫുൾ ആണത്. പലവരുടെയും ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു നമ്പറാണ് 1111. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫെബ്രുവരി മന്ത് ടെമ്പിൾ കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും, അമ്പലത്തിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. സ്ലീപ്ലെസ് നൈറ്റ്, എന്തിനാണ് ഉറങ്ങാതിരിക്കുന്നത്, നന്നായിട്ട് ഉറങ്ങൂ. ഓക്കെ, പൂരാടം നാള് കിട്ടിയിട്ടുണ്ട്. 2 days, 19-ാം തീയതി സ്റ്റുഡൻറ്, സൺഡേ 669 996, ദെൻ കാർ ഡ്രൈവ്
നമ്പർ 7. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഉറങ്ങാട്ടോ. നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും വലിയൊരു പോയിന്റാണ്, വിലപ്പെട്ട ഒരു പോയിന്റാണ് ഉറങ്ങുക എന്നുള്ളത്. ഉറക്കം എന്ന് പറയുന്നത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ ഒരു രണ്ടാമത്തെ ജന്മമായിട്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്. സ്പിരിച്വൽ കാര്യങ്ങളിൽ പറയുന്നത് അതാണ്. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നതും ഒരു 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 അത് വലിയൊരു ബ്രേക്കാണ്, നമ്മുടെ സോളിനും കിട്ടുന്ന വലിയൊരു ബ്രേക്കാണ്. അപ്പൊ രാത്രി ഉറങ്ങുക, പകൽ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പകല് ഓടിച്ചാടിയൊക്കെ നടന്നോളൂ, രാത്രി ഉറങ്ങിക്കോളണം. ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രേ ഉള്ളൂ. മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ അതൊക്കെ ഓക്കെ ആയിട്ട് വന്നോളും. ഓക്കെ, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ ശീലം ഒഴിക്കോളും എന്നല്ല പറഞ്ഞു വരുന്നത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച്, പിന്നെ ആ ബുദ്ധിമുട്ട് മാറി മാറി പോകും. ഓക്കെ, ഇല്ലാണ്ടായി പോകും, അങ്ങനെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.